ഹലോ, ഇന്ന് ഞാനും മിലനും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തൊട്ടപ്പുറത്തൊരു പാർക്കുണ്ട്. സമയം 5 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം റെഡിയായിട്ട് ആ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. പാർക്കല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3 മണിക്കൂർ ഞങ്ങളവിടെ പോകാനുള്ളതാണ്, കളിക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളവും ഒക്കെ പാക്ക് ചെയ്യായിരുന്നു. പിന്നെ മിലനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പാർക്കിൽ നിന്ന് കേട്ട് അവൻ റെഡി ആവാൻ ഓടും. എന്നിട്ട് പിന്നെന്താ അവനെ കുറച്ച് മുന്തിരിയൊക്കെ ഞാൻ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ ഈ സൈക്കിളുണ്ടല്ലോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര വേർത്തായി തോന്നി. കാരണം ഇത് ഇവിടെ ഒന്നും കിട്ടാനില്ല, ഇങ്ങനത്തെ ഒരു ഹാൻഡിലൊക്കെ ഉള്ള സൈക്കിൾ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആവും. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാണ്ട്. അപ്പോൾ ഈ സൈക്കിൾ ഞാൻ നാട്ടിൽ നിന്ന് അത്യാവശ്യം മുതലാക്കിയതാണ്. ഇവിടെ എന്ത് നല്ല വ്യൂ അല്ലേ. അതൊക്കെ കണ്ട് ഈ ഒരു ഈവനിങ് മറ്റേ ആ ഒരു ഭയങ്കര അടിപൊളി വൈബാണ്. ഇതാണ് പാർക്കല്ല, ഒരു ചിൽഡ്രൻസ് പാർക്കും പിന്നെ ഭയങ്കര വാക്കിംഗ് ഒക്കെ ചെയ്യാൻ, ജോഗിങ് ഒക്കെ ചെയ്യാനുള്ളൊരു ഏരിയ, എല്ലാതും കൂടിയിട്ട് ഒരു ഭയങ്കര ഗ്രീനറി, ഭയങ്കര പോസിറ്റീവ് ഏരിയ. അപ്പോൾ ഞങ്ങൾ സൈക്കിളൊക്കെ ഒരു സൈഡിൽ വെച്ചേ, ഇല്ലെങ്കിൽ പിന്നെ അത് തീരുമാനമാവും. എന്നിട്ട് മിലൻ ഓടുന്ന കണ്ടില്ലേ, ഇതാണ് അവൻ്റെ പ്ലേ ഏരിയ. ഇങ്ങോട്ട് ഇതിൻ്റെ അകത്ത് വലിയ കുട്ടികളും ചെറിയ കുട്ടികളും ഓൾമോസ്റ്റ് കളിക്കാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. പിന്നെ ഈ ഒരു സ്വിങ്ങിലൊക്കെ കുറേ നേരം ആടും അവന്. ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കിടക്കാൻ. നമുക്ക് തന്നെ ഇരുന്ന് ആടാൻ തോന്നും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം ഒരു എക്യുപ്മെൻറ്റ്സൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ചെരുപ്പൊക്കെ ഊരി കൊടുക്കുന്നുണ്ട് അവൻ്റെ. എന്നിട്ട് പിന്നെ അവിടെ ഓടാൻ പറയും. ഇവിടെ കുറച്ച് നേരം കളിച്ച് പിന്നെയും അവന് എന്നെയും കൊണ്ട് അവിടെ കളിക്കാൻ പോയി. അപ്പോൾ അവനെ പേരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അതിലിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഓടിയിട്ട് വേണം വീട്ടിൽ പോയിട്ട് സ്പോട്ടിൽ ഞാൻ പിടിച്ചുറക്കുവേ. അപ്പോൾ അതൊരു മെയിൻ ഗുണമാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് കളിക്കുന്നതിൻ്റെ. പിന്നെ ഞാൻ ബബിൾസും കുറച്ച് ടോയ്സും ഒക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോവാറ്. 3 മണിക്കൂർ അവിടെ പോയിട്ട് അങ്ങോട്ട് വിടും. അല്ലാതെ വീട്ടിൽ പിടിച്ചിരുത്തണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ കയറ്റം കയറുന്ന എന്താണെന്നറിയോ, ഞാൻ കാണിച്ചു തരാവേ. ഈ സാധനമാണ്. അപ്പോൾ ഈ ഒരു ലാഡർ പോലെയുള്ള ഒരു സാധനമാണ് ഇത്. അടിപൊളി എനിക്ക് തോന്നി. ഭയങ്കര മോട്ടോർ സ്കിൽസൊക്കെ ഡെവലപ്പ് ആവാൻ നല്ല യൂസ് ഉള്ളതാണ്. പിന്നെ ഇവിടെ മണ്ണിൽ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. താഴെ കുറച്ച് പെൺകുട്ടികളൊക്കെ ആയിട്ട് മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നവന്. പിന്നെ നോക്കുമ്പോൾ ഫുള്ള് മണ്ണിൽ കുളിച്ചിങ്ങനെ നിൽക്കുന്നത്. ഞാൻ പിടിച്ചോണ്ടെന്ന് അവിടെ നിന്ന്. പിന്നെ പിന്നെയും ഞാൻ ആ ഊഞ്ഞാലിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് ആട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഉറങ്ങുമെന്ന്. കുറച്ച് നേരം ആടിയപ്പോൾ തന്നെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും മുന്തിരിയൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇരുത്തി. കാരണം ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. ഇപ്പം തന്നെ വീട്ടിൽ പോയിട്ടൊന്നും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവനെയും കൊണ്ട് ഒരു 3 മണിക്കൂർ ഇവിടെ വന്നിരിക്കും. അങ്ങനെ മുന്തിരിയും വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇവനാണെങ്കിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ മിടുക്കനാട്ടോ. ഇവന് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ഈ കുട്ടിയായിട്ട് കളിക്കുന്നത്. അത്യാവശ്യം ആ കുട്ടീൻ്റെ ബോളാണ് കേട്ടോ അത്. അപ്പോൾ കുറേ നേരം കളിച്ചതിന് ശേഷം നോക്കുക അവൻ്റെ ഡ്രാമ തുടങ്ങി. ആ ബോൾ കൊടുക്കുന്നില്ല. നോക്കിയത് കാണിക്കുന്നത് കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക, കുളൂസ് കാട്ടി നടക്കുകയാണ്. അങ്ങനെ പിന്നെ വേറൊരു ടോയ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കൊടുത്തിട്ട് പിന്നെ അവൻ്റെ അച്ഛൻ കൂട്ടാൻ വന്നു. ഒരു 7 മണിയായപ്പോഴാണ് വന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം ഷോപ്പ് പോകാറാണ് കേട്ടോ പതിവ്. ഐസ്ക്രീം ഷോപ്പല്ല, ബേക്കറി. ഇവിടുത്തെ ബേക്കറി കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ ഏകദേശം അതേ ഒരു നമുക്ക് നാട് മിസ് ചെയ്യില്ല കേട്ടോ ഇവിടെ ഒമാനിൽ വന്നാൽ. അപ്പോൾ അവനെ വേണ്ട കേക്കൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ഒട്ടും ഫുഡ് കഴിക്കാത്ത ആളാട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ പാർക്കിലോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവന്നാൽ അവന് നല്ല വിശപ്പാണ്. അപ്പോൾ വേണ്ടതൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് മേടിക്കും. അങ്ങനെ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചേ കുടിക്കും, ബാക്കി ഞങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പേട ഇതൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ മിച്ചർ, ബേക്കറി, മുറുക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഞാനും ഹസ്ബൻഡും ഒരു കോഫി കുടിച്ച് അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഫുള്ളങ്ങോട്ട് മോള് തൊട്ട് അടി വരെ നല്ലോണം അങ്ങോട്ട് കഴുകി കുളിപ്പിച്ച് മണൽ ചെയ്യുന്നു മേല് ഫുള്ള്. എന്നിട്ട് മുട്ട പപ്സൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഇതൊന്നും കഴിക്കൂലേന്ന് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കളിക്കാൻ കൊണ്ടുപോയതിന് ശേഷമുള്ള ഒരു ബെനിഫിറ്റാണ്. തിരിച്ചു വന്നാൽ നല്ല വിശപ്പം മൂപ്പർക്ക്. ഒരു പപ്സും പിന്നെ കുറേ പാലൊക്കെ കുടിച്ച് ഒരു ഗ്ലാസ് പാൽ കുടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേണ്ടതൊക്കെ കുറച്ച് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഫോട്ടോ. ഓക്കെ, ബൈ ബൈ.